ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് അപ്പത്തിനും ബ്രെഡിനൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായിട്ട് 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, അല്പം കറിവേപ്പില, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത്രയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു ഉരുളിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് ചേർക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, അല്പം കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ ആയിട്ടോ ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. 2 സവോള സ്ലൈസ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് വഴറ്റാം. അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർക്കണം. ഇനി ചേർക്കേണ്ടത് 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങയുടെ 2ാം പാല് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് മട്ടൺ വേവിച്ചത്. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കറി ഒന്ന് കുറുകി വരുന്നത് വരെ വേവിക്കണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കണം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും. കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ 1ാം പാല് ചേർക്കണം. 1 കപ്പ് 1ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. 1ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം കറി തിളപ്പിക്കരുത്. തിള വരുന്നതോടു കൂടി തന്നെ ഗ്യാസ് ഓഫാക്കാം. ഇനി അല്പം കറിവേപ്പില കൂടി ചേർത്താൽ കറി റെഡിയായി. ഇനി കറിയിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.